ഈ ചെറുക്കാൻ സമ്മതിക്കൂലല്ലേ? എന്താടാ എടുക്ക നടക്കാനും സമ്മതിക്കൂല്ലേ? നിങ്ങൾ എവിടെ? 2 ദിവസമായിട്ട് നിങ്ങളെ കാണാനൊന്നും ഇല്ലല്ലോ അമ്മ. ഞാൻ ഇവിടെ ഇല്ലായിരുന്നേ. എവിടെ പോയിരുന്നു? ഞാൻ പുതുപ്പള്ളി വരെ പോയിരുന്നടാ. എവിടെ? പുതുപ്പള്ളി. പുതുപ്പള്ളി പോയത്? എടാ ഉമ്മൻചാണ്ടി സാറിന്റെ ചരമവാർഷികമല്ലായിരുന്ന? ഉമ്മൻചാണ്ടി സാറും മാമനായിട്ട് നല്ല ബന്ധമാണല്ലേ അമ്മ? എടാ അങ്ങാരെ ആ നിഷ്കളമായ ചിരി കണ്ടു കഴിഞ്ഞാ ആരടാ അങ്ങാരെ ആലോചിക്കാതിരിക്കുന്നത്? അത് ശരി തന്നെ അമ്മ, പാവം. അയ്യോ പഞ്ചപാവല്ലേ. എന്താടാ ഒരു വിഷമം പോലെ? ഈ 2 ദിവസമായിട്ട് ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ഒരു ഫോട്ടോ വന്നുണ്ടോ ഉമ്മൻചാണ്ടി സാറിന്റെ? ഓ അത് ഞാൻ കണ്ട്. അതായത് 2-3 ദിവസം കൊണ്ടുണ്ട് അങ്ങനെ 1-ാം ചരമവാർഷികമായിട്ട് ഒരുപാട് പേര് ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതല്ല അമ്മ, പിന്നെന്തേ? ചാണ്ടി സാർ കല്ലും കൊണ്ടുവരുന്ന ഒരു ഫോട്ടോ. കല്ലിടാനുണ്ടോ എന്ന് പറഞ്ഞൊരു ഫോട്ടോ. ഓ ഞാനും കണ്ടടാ. അങ്ങനെ കല്ലുമൊക്കെ വെച്ച് തലയിൽ വെച്ച് കല്ലിടാനുണ്ടോ എന്നും പറഞ്ഞ്. ഈ വരച്ചവൻ എത്ര സംസ്കാരമുണ്ട് മാമ. ഒരു മരിച്ച ആളിനെ പറ്റിയാണ് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യണത്, വരയ്ക്കണതൊക്കെ. ഒന്നുമില്ലെങ്കിലും നീ വേറെ പാർട്ടിക്കാരനാണെങ്കിലും നിന്റെ ഒരു മനസാക്ഷി ഉണ്ട് നിനക്ക്. അങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല. ഞാൻ വേറെ പാർട്ടിക്കാരനൊക്കെ തന്നെ മരിച്ച ആളിനെ പറ്റി ഒന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല അമ്മ. എടേ അങ്ങനെ കല്ലും കൊണ്ടുപോയതൊക്കെ ശരി തന്നെ. ചാണ്ടി സാറാ? ഓ അതറിന് ഈ പടം വരച്ച ആരടാ? അവനും തോരത്തെ പടം വരച്ചു. ആ പടം വരച്ചില്ലേ അവന്റെ അച്ഛന്റെ കല്ലറ കെട്ടാൻ വേണ്ടിയാണ് ചാണ്ടി സാറ് ആ കല്ലും കൊണ്ട് പെയ്യത്. എന്തൊരു മാമാ ചുമ്മാ. എടേ പ്രാട്ടിയേ ഇങ്ങാട്ട് തിരിയടാ. എടേ പാർട്ടിയിൽ എല്ലാവരും ഉണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. പാർട്ടിപരമായിട്ട് പരസ്പരം ശത്രുതയും ഉണ്ടാവും. പക്ഷെ അത് ജീവിതത്തിൽ കാണിക്കാൻ പാടില്ലടാ. ഇവിടെ ആരും ജീവിതത്തിൽ ശത്രുത ഉണ്ടാക്കിയത് കാണിച്ചത് കൊണ്ടാണല്ലേ മാമൻ പറഞ്ഞത്. എടാ ഇന്നലെ ചാണ്ടി സാറിന്റെ ചരമവാർഷികത്തിന് എവിടുന്നൊക്കെ ആളുകൾ വന്നടാ. അത് ചാണ്ടി സാറിന് അത്രയ്ക്ക് സ്നേഹമില്ലാമോ എല്ലാവർക്കും? ഇതുപോലെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ പാർട്ടിയിൽ നിന്ന് ഒരുത്തനെങ്കിലും അങ്ങോട്ട് വരൂല്ലായിരുന്നാടാ. മാമ അത് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കൂല. സമ്മതിക്കാതെന്ത്? നമ്മളെ പാർട്ടി നാളെ പോയി. ആര് നിന്റെ പാർട്ടിയിൽ നിന്ന് വന്ന? എന്റെ മാമ നമ്മളെ പാർട്ടിയിൽ ബിനീഷ് കൊടിയേരി സഖാവ് പോയില്ലേ? ആര്? മാമ പഴയ സെക്രട്ടറിയിലെ മരിച്ചുപോയ കൊടിയേരി സഖാവ്. സഖാവിന്റെ മോ ബിനീഷ് കൊടിയേരി സഖാവ് പോയെന്നവിടെ. അതിന് നിന്റെ പാർട്ടി എന്ന് ആര് പറഞ്ഞത്? ബിനീഷ് കൊടിയേരി. നിന്റെ പാർട്ടി എന്നും പറഞ്ഞ് ചെന്ന് കയറിക്കോട്ടെ, അവൻ കവാല കുറ്റി അടിച്ച് തിരിച്ചളയും. അത്രയ്ക്ക് ദ്രോഹമല്ലേടാ ആ കുടുംബത്തിന്റെ അടുത്ത് നിന്റെ പാർട്ടിക്കാർ ചെയ്തത്. എന്നാലും നമ്മുടെ പാർട്ടിയൊക്കെ തന്നെ. എടാ അത് തന്ത ഗുണം, അതുകൊണ്ടാണ് ബിനീഷ് വന്നത്. എടാ കോടിയേരിയും മനുഷ്യന്റെ മുഖത്ത് നോക്കി ചിരിച്ചോണ്ടല്ലേ വർത്താനം പറയൂ. അത് ശരിയല്ല, നല്ല നന്നായിട്ട് ചിരിക്കും പാവം. പിന്നെ മാമ അങ്ങനെയാണെങ്കിൽ നമ്മളെ ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി നന്നായിട്ട് ചിരിക്കും മാമ. ആര്? ഇപ്പോഴത്തെ നമ്മളെ പാർട്ടിയുടെ സെക്രട്ടറിയില്ലേ ഗോവിന്ദ മാഷ് നന്നായിട്ട് ചിരിക്കും. ചിരിക്കും. എന്താ ചിരിക്കാത്ത? അതാണ് ആർട്ടിഫിഷ്യൽ ചിരി എന്ന് പറയും. വരുത്തി തീർക്കണ ചിരി, കൃത്രിമ ചിരി. ചിരി എന്ന് പറഞ്ഞാ മനസ്സിന്ന് പറഞ്ഞോടാ, മനസ്സിന്ന് വരണം, അതാണ് ചിരി. എന്താടാ ഇവിടെ 3 പാർട്ടിയല്ലേ ഉള്ളൂ? ആര് പറഞ്ഞു 3 പാർട്ടി? 300 പാർട്ടി ഇല്ലേടാ ഇവിടെ. എന്തിനാണെന്നല്ല ഈ പാർട്ടിയിലുള്ളവരെ ഏറ്റവും നല്ല ചിരിക്കണ നേതാവ് ഏത് പാർട്ടിയിലാ? എങ്ങനെയാടാ? എങ്ങനെ ഏറ്റവും നല്ല ചിരിക്കണ നേതാവേ ഏത് പാർട്ടിയിലുള്ളത്? മാമൻ പറഞ്ഞ ഒറ്റ ഒരാളിന്റെ പേരേ പറയൂ. ആരോ അമ്മ? പിണറായി വിജയൻ. നിന്റെ മുഖ്യമന്ത്രി. മുഖ്യം ചിരിക്കുന്നുണ്ട്. നിങ്ങൾ ചിരിച്ച കണ്ടിട്ടുണ്ടോ? എടാ ചെറുക്കാ, ശുദ്ധ മനസ്സുള്ളവര് പല്ല് കാണിച്ച് ചിരിക്കൂലടാ. ശുദ്ധ മനസ്സുള്ളവര് ഒരിക്കലും പല്ല് കാണിച്ച് ചിരിക്കൂല. വാ